പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ മൊഴി നൽകാൻ തയ്യാറല്ലെന്ന് യുവതികൾ. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നാണ് ഇവർ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നെങ്കിലും നിയമ നടപടികളിലേക്ക് കടക്കാൻ താൽപര്യമില്ലെന്നാണ് യുവതികൾ അറിയിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ആരോപണമുയർത്തിയവർ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കേസുകൾ ദുർബലമാണെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ വിലയിരുത്തിയിരുന്നു. കേസുമായി സഹകരിക്കില്ലെന്ന് യുവതികൾ നേരത്തെ അറിയിക്കുകയും ചെയ്തു. ഗർഭചിത്രം നടത്തിയ യുവതിയെയാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് സമീപിച്ചത്. എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് യുവതി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി. ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന ബംഗളൂരുവിലെ ആശുപത്രിയിലെത്തി ക്രൈംബ്രാഞ്ച് സംഘം തെളിവ് ശേഖരിച്ചിരുന്നു. ഈ മാസം 15-ന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിന് മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ഒന്നാം കക്ഷികൾ മൊഴി നൽകാൻ വിസമ്മതിച്ചതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മൂന്നാം കക്ഷികൾ നൽകിയിരിക്കുന്ന പരാതികളിൽ കേസുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് സംഘം നേരത്തെ വിലയിരുത്തിയിരുന്നു. അതേസമയം വ്യാജ ID കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ 4 സുഹൃത്തുക്കളെ പ്രതി ചേർത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. KSU പത്തനംതിട്ട ജില്ലാ നേതാവ് നുബിൻ ബിനു, അടൂർ സ്വദേശികളായ അശ്വന്ത്, ജിഷ്ണു, ചാർലി എന്നിവരെയാണ് പ്രതി ചേർത്തത്. ഇവരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. അതേസമയം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് രാഹുലിന് വീണ്ടും നോട്ടീസ് നൽകി. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി വിതരണം ചെയ്തതിൽ നിർണായക പങ്കുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ 4 സുഹൃത്തുക്കളെ പ്രതി ചേർത്തത്. വ്യാജ കാർഡ് നിർമ്മിച്ച് വിതരണം ചെയ്യാൻ കാർഡ് കളക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കേസിൽ രാഹുൽ ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നോട്ടീസ്. കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായികളുടെ അടൂരിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് വ്യാപക പരിശോധന നടത്തിയിരുന്നു. KSU ജില്ലാ സെക്രട്ടറി നൂബിൻ ബിനുവിന്റെ ഫോണും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ രേഖ കേസിൽ 3-ാം പ്രതി അബി വിക്രമിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 4-അംഗ ക്രൈംബ്രാഞ്ച് സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്ത അനുയായികളുടെയും സുഹൃത്തുക്കളുടെയും അടൂരിലെ വീടുകളിൽ വ്യാപക പരിശോധന നടത്തി. അബി വിക്രമിന്റെ ഫോണിൽ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലും സൈബർ സംഘത്തിന്റെ സഹായത്തോടെ അതെല്ലാം തിരിച്ചെടുത്തപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ അടക്കം ചില തെളിവുകൾ ലഭിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമാക്കി ഉണ്ടാക്കിയെന്നാണ് കേസ്. ഇതിൽ രാഹുലിന്റെ സന്തത സഹചാരികളും വിശ്വസ്തരുമായ ഫെനി നൈനാൻ, രഞ്ജു MK, അബി വിക്രം, ബിനിൽ ബിനു വ്യാജ കാർഡ് ഉണ്ടാക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാവ് ജെയ്സൺ വികാസ് കൃഷ്ണ എന്നിവരാണ് പ്രതികൾ.